എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു മഹാക്ഷേത്രത്തിലെ തിരുവാഭരണ മോഷണം പ്രതിപിടിയിൽ. എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തിയെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ രാമചന്ദ്രൻ പൊറ്റി എന്ന 42-കാരനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും തിരുവാഭരണത്തിലെ കിരീടം പോലീസ് കണ്ടെടുത്തു. ഈ മാസം 14-ാം തീയതിയാണ് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണം മോഷണം പോയത്. അതോടൊപ്പം കീഴ്ശാന്തിയെയും കാണാതായതിനെ തുടർന്നാണ് ക്ഷേത്ര കമ്മിറ്റി അരൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് ഇയാളെക്കുറിച്ച് വിവരങ്ങൾ കമ്മിറ്റിക്കാരുടെ കയ്യിൽ ഇല്ലാത്തത് കൂടുതൽ തലവേദനയായി. അടുത്ത ദിവസം ബാക്കിയുള്ള ആഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ അത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത് പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് അന്വേഷണ സംഘത്തെ മൂന്നാക്കി തിരിച്ച് 2 ടീമുകളെ കൊല്ലം ജില്ലയിലേക്കും എറണാകുളം ജില്ലയിലേക്കും അന്വേഷണത്തിന് അയക്കുകയും ഒരു ടീമിനെ ടെക്നിക്കൽ വിങ്ങാക്കി നിലനിർത്തിയുമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിനിടെ പ്രതി എറണാകുളം ജില്ല വിട്ടുപോയിട്ടില്ല എന്ന് ബോധ്യമായതിനാൽ കൊല്ലം ജില്ലയിലെ അന്വേഷണ സംഘവും എറണാകുളത്തെത്തി തിരച്ചിൽ തുടരുകയായിരുന്നു. 2 ദിവസത്തെ എറണാകുളത്തെ തുടർച്ചയായ തിരച്ചിലിനൊടുവിൽ പ്രതിയെ ദർബാർ ഹാൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള ശിവക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടികൂടുകയായിരുന്നു. അതിനിടയിൽ ടെക്നിക്കൽ വിംഗ് ഇയാൾ തേവര ഫെഡറൽ ബാങ്കിൽ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിരുന്നു. പണം മുഴുവനും ഇയാൾ ഷെയർ ട്രേഡിംഗിൽ മുടക്കിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മാസത്തിലധികമായിട്ടുള്ളൂ. ഈ ചെല്ലാനം വൈഷ്ണവി ക്ഷേത്രമാണ് അവിടെ നിന്നാണ് വന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് തന്നെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഇപ്പോൾ പുതുതായി വന്ന് ജോയിൻ ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ID കാർഡ് പോലും ഇല്ല. അപ്പം ഈ മുട്ടുശാന്തി എന്ന് പറഞ്ഞ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേക്കൻസിക്ക് ശാന്തി പണി ചെയ്യാൻ വേണ്ടി എറണാകുളമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇയാളുടെ വീട് വന്നിട്ട് കൊല്ലം ഈസ്റ്റ് കല്ലട ഭാഗത്താണ്. അപ്പോൾ അവിടെ അന്വേഷിച്ചു. അപ്പോൾ അത് ഇയാളുടെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അബ്സ്കോണ്ടിങ് ആയി പോയി. അതിനുശേഷം പിന്നെ നമ്മൾ പോലീസിൻ്റെ 3 വിഭാഗമായിട്ട് 3 ടീം സ്പെഷ്യൽ ടീമെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അന്വേഷണം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു ടീം കൊല്ലം പോയി, വേറൊരു ടീം എറണാകുളം മൊത്തം കേന്ദ്രീകരിച്ച് വർക്ക് നടത്തി, ബാക്കി ഒരു ടീം ടെക്നിക്കൽ ടീമാണ്. ആ ടെക്നിക്കൽ ടീമാണ് സൈമൾട്ടേനിയസ്ലി സെയിം ടൈമിൽ തന്നെ ഈ ബാങ്കുകളും മറ്റുമൊക്കെ അന്വേഷിച്ച് അതിൻ്റെ മറ്റു വിവരങ്ങൾ എടുത്തായിരുന്നു. അപ്പം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ ടീമിൻ്റെ സപ്പോർട്ടും സൈബർ സെല്ലിൻ്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് ആളെ കസ്റ്റഡിയിൽ കണ്ടെത്തിയത്. എറണാകുളത്ത് ഗ്രൗണ്ടിൽ വെച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പം വിശദമായ ചോദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പ്രതിയൊക്കെ തിരിച്ചറിഞ്ഞ് ബാക്കി നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘത്തിൽ SI-മാരായ അജിൻ, ഷക്കീർ, സാജൻ, ASI സുധീഷ് ചന്ദ്രബോസ്, CPO-മാരായ ശ്രീസസ്, റിയാസ്, രതീഷ് M, നിതീഷ് മോൻ, അമൽ പ്രകാശ്, അനിൽകുമാർ, വിജേഷ് P, ടെൽസൻ തോമസ്, ലിജു KL, ഷാജിമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. തുടർ നടപടികൾ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകുമെന്ന് അരൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG പ്രതാപചന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.